ഹായ്, തമ്പനയിൽ കണ്ട പോലെ സ്ട്രോബെറി കൊണ്ടുള്ള പുതിയൊരു ഐറ്റം ആണ്. എന്നും സ്ട്രോബെറി എന്താണെന്ന് കരുതരുത്. എൻ്റെ കയ്യിലുള്ള സ്ട്രോബെറീസ് തീരുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. ഇപ്പോൾ സ്ട്രോബെറി യോഗേർട്ട് ബൈറ്റാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം സ്ട്രോബെറീസ് നല്ലോണം ഒന്ന് സ്മാഷ് ചെയ്തെടുക്കുക. ഈ കാണുന്ന പരുവത്തിലേക്ക് മാറുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഗ്രീക്ക് യോഗേർട്ടാണ്. പ്ലെയിൻ ഗ്രീക്ക് യോഗേർട്ട് ഒരു 1.5 ടേബിൾ സ്പൂണിൻ്റെ അളവിലേക്ക് എടുത്തിട്ടുണ്ട്. അതും ഈ സ്ട്രോബെറിയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സ്ട്രോബെറിയും ഈ പ്ലെയിൻ യോഗേർട്ടും ഒന്ന് മിക്സായി വരാൻ കുറച്ച് ടൈം എടുക്കും. പതിയെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം രണ്ടും നന്നായി മിക്സായി എന്ന് തോന്നുമ്പോൾ ഒരു പിങ്ക് കളറിലേക്ക് മാറും ഇത്. ഇനി നമുക്ക് വേണ്ടത് ഒരു ട്രേ ആണ്. ആ ട്രേയിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. എൻ്റെ കയ്യിൽ ട്രേ ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു പ്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. ആ പ്ലേറ്റിൽ ഒരു ബട്ടർ പേപ്പർ വെച്ച് ആ ബട്ടർ പേപ്പറിലേക്ക് നമ്മളൊരു സ്പൂണ് സെയിം സ്പൂണ് യൂസ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഷേപ്പിലേക്ക് അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിന് പ്രത്യേകിച്ച് ഷേപ്സ് ഒന്നും ഇല്ല കേട്ടോ. പിന്നെ അധികം പഴുക്കാത്ത സ്ട്രോബെറീസ് ആണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം അപ്പം നിങ്ങൾക്ക് ആ ഒരു കുക്കീസിൻ്റെ കൺസിസ്റ്റൻസിയിലൊക്കെ ആ ഒരു ഷേപ്പിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ നല്ലോണം പഴുത്തതായതുകൊണ്ടാണ് ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടിയത്. അപ്പം അത്രയേ ഉള്ളൂ. ഇനി നേരെ നമുക്ക് ഫ്രീസറിലേക്ക് മാറ്റാം. ഫ്രീസറിൽ വെച്ച് ഞാൻ ഇത് ഉണ്ടാക്കിയത് രാത്രിയായിരുന്നു. രാത്രി ഫ്രീസറിൽ കയറ്റി രാവിലെ അതിനെ ഡീമോൾഡ് ചെയ്ത്. ഇനി നമുക്ക് ആവശ്യം ചോക്ലേറ്റ് ആണ്. ഡാർക്ക് ചോക്ലേറ്റ് ആണ് കുറച്ചുകൂടെ നല്ലത്. വൈറ്റ് ചോക്ലേറ്റ് താല്പര്യമുള്ളവർ അത് യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്തത് ന്യൂട്ടല്ലയാണ്. ന്യൂട്ടല്ല ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ബൈറ്റ്സിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. നിങ്ങളുടെ കയ്യിൽ ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അത് മെൽറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഡിപ്പ് ചെയ്തെടുക്കാം. അങ്ങനെയാണെങ്കിൽ ഫുൾ കവർ ചെയ്ത് കിട്ടും. അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ന്യൂട്ടല്ല നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുത്തു. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ്സ് ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം നമ്മളിത് നേരെ ഫ്രീസറിലേക്ക് കയറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് മൂന്നും കൂടെ വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും നമ്മുടെ സ്ട്രോബെറി യോഗേർട്ട് മിക്സും എല്ലാം കൂടെ ഒന്ന് സെറ്റായി കിട്ടുന്നത് വരെ ഫ്രീസറിൽ വയ്ക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായവരൊന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക്